ഹായ് സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ഇത് കുറച്ച് നാൾ മുമ്പ് സ്വന്തമായി നിർമ്മിച്ച ഒരു ഡിഷായിരുന്നേ. അപ്പം ഞാനത് വീട്ടിലിങ്ങനെ പല പ്രാവശ്യം ട്യൂൺ ചെയ്ത് അതിനകത്ത് പിക്ചറൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കത് വിൽക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സുഹൃത്ത് ദുബായിൽ നിന്ന് വന്നപ്പം പുള്ളിക്ക് ഒരു ഡിഷ് വേണമെന്ന് പറഞ്ഞ് വലിയ താല്പര്യത്തോടുകൂടി എന്നെ സമീപിച്ചു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞ ഡിഷ് കിട്ടാനില്ല. പഴയ ഡിഷ് എവിടെയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാനത് സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന്. പക്ഷേ പുള്ളിക്ക് ലീവൊക്കെ കുറവുള്ളതുകൊണ്ട് അദ്ദേഹം പോകുന്നതിൻ്റെ അന്ന് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള നിർബന്ധം. അപ്പോൾ അങ്ങനെ ഞാൻ ദേ ഡിഷ് എൻ്റെ വീട്ടിൽ ഇരുന്ന ഡിഷും സ്റ്റാൻഡും എല്ലാം കൂടെ അദ്ദേഹത്തിന് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. സുഹൃത്തുക്കളെ, ദുബായിൽ നിന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്താറുള്ള ഒരു ചേട്ടനാണ്. ഈ ചേട്ടൻ ഒരു ഡിഷ് വേണമെന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് എന്നെ ഇങ്ങനെ വിളിയാണ്. അപ്പോൾ പഴയ ഡിഷുകളൊക്കെ ഞാൻ പലയിടത്തും പോയിട്ട് പല സൈറ്റിലും പോയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ലീവിന് വന്നു. ഏകദേശം ഒരു 15 ദിവസത്തെ ലീവിനാണ് അദ്ദേഹം നാട്ടിൽ വന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അത് വെറുതെയാണ്, ഒരു മാസമെങ്കിലും മിനിമം കാണുമെന്ന്. പക്ഷേ ഈ കക്ഷിക്കാരൻ ഡെയിലി എന്നെ വിളിച്ചിട്ട് എനിക്ക് ഡിഷ് കിട്ടുമോ, ഡിഷ് കിട്ടുമോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ആഗ്രഹത്തോടു കൂടി ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ ഒരു ഡിഷുണ്ട്, താല്പര്യമെങ്കിൽ അത് തരാം. പക്ഷെ വില അതിന് കൂടുതൽ വരും. കാരണം പഴയ ഡിഷ് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ തന്നെ പുതിയ ഡിഷിന് വില വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഡിഷായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് ട്യൂൺ ചെയ്ത് പടമൊക്കെ കാണിച്ചു. 24 മലയാളം ചാനൽ സൗജന്യമായിട്ട്. അപ്പോൾ ഇത്രയും മാത്രം മതി. അവർക്ക് 24 മലയാളം ചാനൽ കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു താല്പര്യം. അപ്പോൾ അത് നമ്മൾ പക്കയാക്കിയിട്ട് ട്യൂൺ ചെയ്ത് കാണിച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു എയ്സ് വാഹനം നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് കയറ്റി നമ്മുടെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലാണ് ഇത് കൊണ്ടുപോയത്. ഏകദേശം ഒരു 35 കിലോമീറ്റർ ആ ഒരു റേഞ്ചിന് ദൂരമുണ്ട്. എന്നാലും ഞാനത് വണ്ടിക്കകത്ത് വളരെ സെറ്റായിട്ട് തന്നെ ഒരു കേടുപാടും സംഭവിക്കാതെ ഇതിൻ്റെ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കെട്ടി അവിടെ കൊണ്ടുപോയി അവരുടെ വീടിന് മുകളിൽ വെച്ചിട്ട് അദ്ദേഹം പ്രൈമറൊക്കെ വാങ്ങിച്ചു വന്ന് നമ്മൾ പ്രൈമറൊക്കെ ഇതിന് മുകളിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ, വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സ്ക്രൂവും കാര്യമൊന്നും തുരുമ്പെടുത്ത് പോകാതിരിക്കാൻ. അപ്പൊ അങ്ങനെ നമ്മൾ ഇവരുടെ വീടിന്റെ മുകളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടിന്റെ 4 സൈഡിലും ജാതി മരങ്ങളായിട്ട് നിൽക്കുക. ഈ ജാതി മരങ്ങൾ ഉള്ളത് കൊണ്ട് സിഗ്നലൊക്കെ ബ്രേക്ക് ആവും. അപ്പൊ സിഗ്നൽ നമ്മൾ നോക്കിയപ്പോൾ സിഗ്നൽ വളരെ കുറവായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു 2-3 മരങ്ങളൊക്കെ അവിടുന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഈ ഒരു ഡിഷ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല സിഗ്നൽ എടുത്തിട്ടുണ്ട്. കൈരളിയുടെയും ഏഷ്യാനെറ്റിന്റെയും ആ ഒരു ടീപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന 24 മലയാളം ചാനൽ. അപ്പൊ ആ ഒരു ചാനൽ അവർക്ക് വാടക കൊടുക്കാതെ നിരന്തരം കാണുവാൻ വേണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ ഇവർ പണ്ട് ഇതുപോലെ തന്നെ ഡിഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ കാലക്രമേണ എന്തോ അവർ എല്ലാം കൂടെ ആക്രിക്ക് പറക്കി കൊടുത്തതാണ്. പക്ഷെ ആ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവർക്ക് ഇതുപോലെ ഒരു ഡിഷ് വേണമെന്നുള്ള വളരെ താല്പര്യത്തോടുകൂടി എന്നെ സമീപിച്ചാൽ ഞാൻ നിരാശപ്പെടുത്തിയില്ല. ദേ നമ്മുടെ ഡിഷ്, നമ്മൾ ഉണ്ടാക്കിയ ഡിഷ് ഫുൾ അലൂമിനിയം ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കിട്ടുന്ന ചാനൽസിന്റെ ഡീറ്റെയിൽസുകൾ 1 മുതൽ 24 വരെ ഓർഡറായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സ്ക്രാമ്പിൾഡോ അല്ലെങ്കിൽ 5Gയുടെ എന്തെങ്കിലും എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഉപയോഗിച്ചിരിക്കുന്നത് സോഡിന്റെ 5G ഫിൽറ്റർ LMB ആണ്. അതുപോലെ തന്നെ റിസീവർ ഉപയോഗിച്ചിരിക്കുന്നത് ഐബെല്ലിന്റെ HDS2 MBEC4 റിസീവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊരു ഡിഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2, 3, 4 കണക്ഷൻ എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ 4 റിസീവറും 4 TV ഉള്ളവർക്ക്, അതായത് 4 വീട്ടിലേക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ 2 TV ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ഡിഷ് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പൊ അതിൽ പിക്ചർ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമുക്കപ്പം അതിന്റെ പ്രത്യേക സാധനങ്ങളുണ്ട്. ഇപ്പൊ 4 റിസീവറൊക്കെ വെച്ച് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് 4 TVയിലേക്ക് വേണമെങ്കിൽ ഒരേ സമയം കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ദേ കണ്ടോ, ഒരു ക്വാളിറ്റി ഒരു 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 പ്രശ്നമില്ലാതെ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചർ. കാണുന്ന പിക്ചറിന്റെ ഒക്കെ ചാനൽസിന്റെ പേരുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. കാരണം ഇതൊക്കെ ബ്ലറായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കാണുന്നവർക്ക് തോന്നും ഇത് ഞാൻ ഉടായ്പ ഒരു വഴിയിൽ എന്തോ കാണിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ റിയൽ ആയിട്ട് കിട്ടുന്ന ചാനൽസ് ആണ്. എല്ലാ ചാനൽസും സഫാരി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ചാനലും ന്യൂസ് ചാനലുകൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. 22ാമത്തെ ചാനൽ, 23 ഹാർവസ്റ്റ്, ഇനി അടുത്ത നമ്മുടെ 24ാമത്തെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ ചാനൽ ന്യൂസ് മലയാളം 24. അടിപൊളിയായിട്ട് കേട്ടോ. അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല, ക്വാളിറ്റി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന റിസീവർ ഇത് കണ്ടല്ലോ, ഐവലിന്റെ ഒരു റിസീവറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ പുള്ളിക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
വീഡിയോ കണ്ടതിന് നന്ദി.